നേതൃത്വം. വിശദമായ വാർത്തകളിലേക്കാണ്. ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ പുറത്തിറങ്ങി. സ്റ്റേഷൻ ജാമ്യം ലഭിച്ചതിനെ തുടർന്നാണ് പുറത്തിറങ്ങിയത്. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനും പോലീസ് ഷൈന് നോട്ടീസ് നൽകി. ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ സമ്മതിച്ചു. ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരനെ അറിയാമെന്ന് ഷൈൻ മൊഴി നൽകി. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു. തിങ്കളാഴ്ച വീണ്ടും രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് അടക്കം ലഭിച്ചിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഏകദേശം ഒരു 5-6 മണിയോട് കൂടിയാണ് ഷൈൻ ടോം ചാക്കോ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറങ്ങുന്നത്. കാരണം നിലവിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്നത് തന്നെയാണ്. അതിനാൽ ഒരു പ്രാഥമിക നടപടി എന്നോണം തന്നെ ഈ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം നിലവിൽ ചോദ്യം ചെയ്യലുകളെല്ലാം പ്രാഥമിക ഘട്ടത്തിലെ ചോദ്യം ചെയ്യലുകളെല്ലാം കഴിഞ്ഞതാണ്. എന്നാൽ ആ ചോദ്യം ചെയ്യലുകൾക്കെല്ലാം തന്നെ ശേഷം ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായ NDPS ആക്ടിലെ സെക്ഷൻ 27, 29 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ FIR രജിസ്റ്റർ ചെയ്തപ്പോഴും ഈ NDPS ആക്ടും BNS ആക്ടിലെ തെളിവ് നശിപ്പിക്കൽ കൂടി ചേർത്തിട്ടാണ് FIRും ഇട്ടിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം തന്നെ ജാമ്യം ലഭിക്കാനുള്ള വകുപ്പുകളായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഒരു 6 മണിയോടൊക്കെ അടുത്ത് തന്നെ 5 മണിക്ക് 5:30ക്കൊക്കെ ശേഷമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരനും ഒപ്പം അഭിഭാഷകനും എല്ലാം ഒപ്പം ഷൈൻ ടോം ചാക്കോ പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. വൃന്ദ, വിജിത, അതോടൊപ്പം തന്നെ നിലവിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ഇതിന്റെ ഫലമെല്ലാം ലഭിച്ചാൽ തന്നെ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകില്ലേ? വൃന്ദ, ശരിയാണ്. ഒരു പ്രാഥമിക പരിശോധന എന്ന നിലയിൽ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്, എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഒരു പ്രാഥമിക വൈദ്യപരിശോധന നടത്തിയത്. അതിന്റെ ഫലമെല്ലാം തന്നെ നാളെ ലഭിക്കും എന്നുള്ള കാര്യമാണ്, 24 മണിക്കൂറിന് ശേഷം ലഭിക്കും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വീണ്ടും ഒരു പരിശോധന കൂടി അതിന്റെ ഫലം കൂടി അറിയേണ്ടതുണ്ട്. അതും വൈകാതെ തന്നെ തിരുവനന്തപുരത്ത് ഉള്ള ലാബുകളിലാണ് ഈ ഒരു പരിശോധനാ ഫലം, അവിടെ നിന്നാണ് വരേണ്ടത്. അതും വൈകാതെ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയുന്നത്. അത് ലഭിച്ചതിന് ശേഷം അതിന്റെ കൂടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് ഇനി ഒരു രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. 21-നാണ് ഷൈൻ ടോം ചാക്കോയോട് ഹാജരാവാനായി പറഞ്ഞിരിക്കുന്നത്. 20-ന് ഹാജരാവാനാണ് ആദ്യം നിർദ്ദേശിച്ചത് പോലീസ്. എന്നാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് 21-നാണ് കുറച്ചുകൂടി സൗകര്യം എന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് ഇപ്പോൾ 21-ന് ഹാജരാകാനായി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഒരു ചോദ്യം ചെയ്യലിൽ, പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഏറ്റവും കൂടുതലായി പോലീസിനും ഉപകാരപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയുടെ ഈ ഒരു ബാങ്ക് ഇടപാടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു ലഹരി ഡീലർമാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് 20,000 രൂപയോളമുള്ള ഒരു ഇടപാട് ഈ പറയുന്ന മുർഷിദ് എന്ന വ്യക്തിയുമായി നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു നഗരത്തിലെ തന്നെ പ്രധാന ഒരു ലഹരി ഇടപാടുകാരനായ മുർഷിദ് എന്ന വ്യക്തിയുമായി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിലാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിൽ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഓടിപ്പോയ ആ ഒരു പരിശോധനയിൽ ഈ മുർഷിദ് എന്ന് പറയുന്ന ആളാണ് ഈ കൂടെ ഉണ്ടായിരുന്നത് ആ ഹോട്ടലിൽ. എന്നാൽ അയാളെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ. എന്തായാലും ഈ ഒരു വ്യക്തിയുമായി കൃത്യമായി ലഹരിയുമായുള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അതുപോലെ തന്നെ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഒരു കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ തന്നെ മൊഴിയായി നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് BNS ആക്ട് വരെ ഈ ഒരു FIR ഇടാനുണ്ടായ സാഹചര്യം, തെളിവ് നശിപ്പിക്കാൻ അവിടെ ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചെയ്യലിനെല്ലാം തന്നെ വിധേയമായ സമയത്ത് ഈ ഒരു പോലീസ് ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം തന്നെ പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള മറുപടികളാണ് ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും വന്നിരുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് ഒരു ഗൂഢാലോചന അവിടെ സാധ്യതയുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അത്തരം ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് എല്ലാം തന്നെ പോലീസ് കടക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനെല്ലാം തുടർന്ന് തന്നെയാണ് പിന്നീട് ഒരു വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കണം എന്നുള്ള കാര്യം പറയുകയുണ്ടായത്. തുടർന്ന് ഈ ഒരു വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ള ഒരു കാര്യമാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീടാണ് ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യം നൽകുന്ന രീതിയിലേക്ക് ഈ ഒരു കേസിന്റെ ആ ഒരു രീതിയിലേക്കെല്ലാം വിധി മാറുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച
വീട്ടിൽ പോയി എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും ഇനി കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരിക്കലും ഒരു കേസിൽ മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ഈ ഓടിപ്പോയ ഒരു കേസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമായി നമുക്കിത് പറയാനായിട്ട് കഴിയില്ല. കാരണം ഈ ഒരു കേസിൽ ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ഒരു കാര്യം, ആ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട്, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട തസ്ലീമ എന്ന സ്ത്രീയുമായി ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അറിയാമെന്നുള്ള കാര്യമെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള കേസുകളിലെല്ലാം ഉള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ നേരത്തെയുള്ള കേസുകളുമായി ഈ കേസിന് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ കഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിലൊരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നേരത്തെ പിടിച്ച കേസുകളിലെല്ലാം തന്നെ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു തന്നെയാണ് ഈ കേസുകളെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ സുരക്ഷിതമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം തന്നെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിൽ പോലീസും കടക്കുക. കാരണം കൂടുതൽ തെളിവുകൾ, ഈ ഒരു പരിശോധനാ ഫലമെല്ലാം പുറത്തു വരുമ്പോൾ കൂടുതൽ തെളിവുകൾ എന്തായാലും പോലീസിന് ലഭിക്കും. നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി അനുസരിച്ച് ലഹരി ഉപയോഗിച്ചു, മെത്താഫിറ്റമിൻ അടക്കമുള്ള രാസലഹരികൾ, ഇത്തരത്തിലുള്ള രാസലഹരികളെല്ലാം തന്നെ ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യം ഷൈൻ ടോം ചാക്കോ തന്നെ മൊഴിയാൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇനി വരുന്ന പരിശോധനാ ഫലങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ഒരു കേസിൽ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം എന്തായാലും ഈ പോലീസിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ, അല്ലെങ്കിൽ ഒരു വ്യവസായ മേഖല തന്നെയാണ് സിനിമയും, ആ ഒരു സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ലഹരി കേസുകളെല്ലാം ഒരുപാടധികം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കേസുകളെല്ലാം, നേരത്തെയുള്ള ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് എല്ലാം കൂടെയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് ഈ ഒരു ഇനിയുള്ള രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ കിടക്കുമെന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു ചോദ്യം ചെയ്യലുകളിലേക്കെല്ലാം തന്നെ പോലീസ് കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും 21-ന് വീണ്ടും ഷൈൻ ടോം ചാക്കോയോട് ഹാജരാവാൻ, അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുക. കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തികളിലേക്ക്, സിനിമാ ബന്ധങ്ങളിലേക്ക്, സിനിമയിൽ നേരത്തെ തന്നെ ഷൈൻ ടോം ചാക്കോ സൂചിപ്പിച്ചിരുന്നു, സിനിമയിൽ ആരൊക്കെയോ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പറഞ്ഞ ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെയുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ പോലീസ് കിടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വൃന്ദ, ശരി, വിജിതയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി സൂത്രവാക്യം സിനിമയുടെ സംവിധായകൻ ശ്രീകാന്ത്. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാതിയിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. സംഭവം മാധ്യമം വഴിയാണ് അറിഞ്ഞതും സെറ്റിൽ വെച്ച് പരാതി ഉന്നയിച്ചിട്ടില്ലെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു. First and mostly, let me acknowledge that the courage it would take for anyone to come forward and speak about the sensitive issues. I truly respect Vinci. Firstly, I just want to let you know that initially we didn't get any complaint. We were also shocked like you guys. The complaint was directly given in the media. We were not noticed on the set or the later. So that I wanted to clear.